ചബഹർ തുറമുഖത്തെ പൊതിഞ്ഞു കെട്ടുകയാണ് ഇറാൻ. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചബഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ കവചം ഒരുക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചത്. ഇറാന്റെയും ഒമാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തി പങ്കിടുന്നതാണ് ചബഹർ തുറമുഖം എന്ന് പറയുന്നത്. അത് ഇറാന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ട കപ്പലുകൾ യാത്ര ചെയ്യുന്നത്. ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനും ചബഹർ തുറമുഖത്തിന് സാധിക്കാറുണ്ട്. ഇതിന്റെ തൊട്ട് അറബിക്കടലുമായി ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനു മുൻപ് തന്നെ അമേരിക്കൻ സൈന്യം കപ്പലിൽ വെച്ച് വലിയ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം ഭാവിയിൽ ഒരു യുദ്ധ സാധ്യത ഉണ്ടാവും എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല, ഈ ചബഹർ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ തീരുമാനിച്ചത്. അതിന് സംയുക്തമായ രീതിയിലുള്ള സൈനിക അഭ്യാസം ഈ മേഖല കേന്ദ്രീകരിച്ചും ഇപ്പൊ നടക്കുകയാണ്. അതിൽ റഷ്യയുടെയും ചൈനയുടെയും പങ്കാളിത്തവുമുണ്ട്. അവർ പറയുന്ന കാര്യം ഇതാണ്: കടൽ കൊള്ളയും നിയമവിരുദ്ധമായിരിക്കുന്ന സഞ്ചാരവും തടയുക എന്നുള്ളതാണ് ലക്ഷ്യം. സമുദ്ര ആശയവിനിമയ സുരക്ഷ ഉറപ്പുവരുത്താനും തങ്ങൾ ഉദ്ദേശിക്കുന്നു. ആയതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സംയുക്തമായിരിക്കുന്ന സൈനിക അഭ്യാസങ്ങൾ ഉണ്ടാകുക, അല്ലെ വ്യോമാഭ്യാസങ്ങൾ നടത്തുക എന്നുള്ളത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മേഖല, ഈ ചബഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് ഇറാൻ വിശദീകരിക്കുന്നു. ഈ റഷ്യയും ഇറാനും ചൈനയും ഒരു കൂട്ടുകെട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ മൂന്ന് രാജ്യത്തിന് നേരെയും പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന എതിർപ്പുകളും പ്രതിരോധങ്ങളും ഉണ്ടാവാറുണ്ട്. യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും കടന്നുപോയി ചെയ്തിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഏറെക്കുറെ റഷ്യയുമായിട്ട് കുറഞ്ഞൊരു അയവ് വരുത്തിയത്. അതോടൊപ്പം തന്നെ ചൈനയുമായിട്ടുള്ള നിലപാടിൽ കണിശമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് 15 മുതൽ 25% നികുതി ഏർപ്പാടാക്കുന്ന ഒരു സംവിധാനം ചൈനയുടെ മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ചത്. 2019 ശേഷം ഈ മേഖലയിൽ നാവികാഭ്യാസം നടത്തുന്നത് 5ാമത്തെ തവണയാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സെക്യൂരിറ്റി ബേസ് 2025 എന്ന പേരിലാണ് വ്യോമാഭ്യാസം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ട്രംപിന്റെ ഭീഷണി പ്രതിരോധിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ബന്ധങ്ങൾ അത് സുസ്ഥിരമായ രീതിയിൽ നിലനിൽക്കും എന്ന കാര്യത്തിൽ റഷ്യക്ക് തന്നെ സംശയമാണ്. അമേരിക്കക്ക് കൃത്യമായിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ലോകത്തിന്റെ ഏറ്റവും വലിയ ആധികാരിക മേഖലയിൽ കുടിയിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ കീയെ മാത്രമേ ലോകം വരാൻ പാടുള്ളൂ. മറ്റു ലോക രാജ്യങ്ങളുടെ വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ മറ്റൊരാളുടെയും അനുവാദം ചോദിക്കാത്ത രീതിയിൽ അമേരിക്കക്ക് അതിന് അവകാശമുണ്ട് എന്ന തരത്തിലാണ് അവിടെ ഭരിക്കപ്പെട്ട എല്ലാ പ്രസിഡന്റുമാരും അമേരിക്കയുടെ ആശയത്തെ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. ട്രംപ് ഏറെക്കുറെ അങ്ങനെയാണ്. അപ്പൊ ഇപ്പോഴത്തെ റഷ്യയുമായിട്ടുള്ള ബന്ധം മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ റഷ്യക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഇവിടെ സൈനികാഭ്യാസം നടത്താൻ വേണ്ടി റഷ്യയും അവരുടെ വ്യോമ മേഖല അല്ലെങ്കിൽ വ്യോമ സൈനികരെ, വൈമാനിക സൈനികരെ വിട്ടുകൊടുത്തിട്ടുണ്ട്. 15 യുദ്ധക്കപ്പലുകൾ, ഗൺ ബോട്ടുകൾ, ഹെലികോപ്റ്ററുകൾ, മറ്റ് സൈനികമായിരിക്കുന്ന വസ്തുക്കളെല്ലാം കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ സംവിധാനമാണ് ചബഹാർ തുറമുഖത്തിന്റെ മേഖലയിലൂടെ ഇപ്പോൾ നടന്നു വരുന്നത്. എത്ര വരെ ഉണ്ടാകും എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ നിലനിൽക്കണം എന്നുള്ളതും കൂടി ഇവരുടെ ആവശ്യമായിട്ട് പറയുന്നു. പ്രാദേശിക സുരക്ഷയും സഹകരണവും തങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. അത് പറയുന്നത് ചൈനയുടെയും റഷ്യയുടെയും ഇറാന്റെയും കാര്യത്തിലാണ്. ഇവർ തമ്മിൽ, സൈനികർ തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു സൈനിക മേധാവിയുടെ കീഴിൽ ഈ 3 രാജ്യത്തെയും സൈനികർ വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ പാകത്തിൽ സംവിധാനം ഒരുക്കുക എന്ന തരത്തിലാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഇവരുടെ വ്യോമ അഭ്യാസങ്ങളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യുദ്ധത്തിന്റെ മുന്നോടിയായിട്ട് പല മേഖലയിലും ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേട് അമേരിക്കക്ക് ഇപ്പോഴും തീരാത്തതായിട്ട് നിലനിൽക്കുന്നു.
ഈ മേഖലയിൽ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കാത്തത് ലോകത്തോട് തന്നെ മറുപടി പറയാൻ പറ്റാത്ത വിധം അമേരിക്ക വല്ലാത്ത രീതിയിൽ നാണം കെട്ടുപോയതാണ്. അതിന് സമാനമായിരിക്കുന്ന മറ്റൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഹോർമുസ് കടലിടുക്കാണെങ്കിലും ചബഹാർ തുറമുഖമാണെങ്കിലും ഈ മേഖലയിൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ കിണഞ്ഞ ശ്രമമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. അപ്പൊ ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്താൻ രാജ്യം കൂടിയാണ് അമേരിക്ക. ചൈനക്കും ഇതേ രീതിയാണുള്ളത്. റഷ്യക്കുണ്ടായിരുന്നു, അത് പിന്നെ ഏറെക്കുറെ കുറഞ്ഞിരിക്കുന്നു. ഇതിനെ ഒരു ഫൈനൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനം പോലെ വന്നത് കഴിഞ്ഞ ഫെബ്രുവരി 24 ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 3-ാം വർഷം പൂർത്തിയായപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ചില നിലപാടുകൾ രഹസ്യമായിട്ടെങ്കിലും പുറത്തു വന്നു. അതിൽ പറയുന്ന കാര്യം, ആധിപത്യത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾക്ക് ഇടിവ് ഉണ്ടായിരിക്കുന്നു. വിശ്വസിക്കപ്പെടുന്ന രാജ്യങ്ങളും ഭയപ്പെടുന്ന രാജ്യങ്ങളും നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അത് അറേബ്യൻ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെ പരാമർശിച്ചിട്ടാണ് അത് പറയുന്നത്. മുൻപത്തെ പോലെ നമ്മളൊരു നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും എടുക്കുകയാണെങ്കിൽ 100% പിന്തുണച്ചുകൊണ്ട് അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയും അമേരിക്കയുടെ നയനിലപാടുകളെ പരസ്യമായ രീതിയിൽ വിമർശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ സൈനികരുടെ അല്ലെങ്കിൽ സൈന്യ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഇടപെടുന്ന രീതിയിൽ അപാകതകൾ ഉണ്ടാകുന്നത് കൊണ്ടാണോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്ന് അമേരിക്കയുടെ ഗവൺമെന്റ് പ്രതിനിധികളിൽ തന്നെ അഭിപ്രായം ഉണ്ടായിരിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പൊ ഇപ്പൊ നിലനിൽക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് 2 യുദ്ധത്തിലും അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട്. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണെങ്കിലും ഉക്രൈൻ റഷ്യ യുദ്ധമാണെങ്കിലും ഈ 2 യുദ്ധത്തിലും നേർക്കുനേരെ ഇടപെടൽ നടത്തുന്ന അമേരിക്കക്ക് എവിടെയെങ്കിലും ഒരു വിജയം ഉണ്ടാക്കുക എന്നുള്ളത് അഭിമാനകരമായിരിക്കുന്ന വിഷയമാണ്. അത് നടക്കുന്നില്ല. ഇതിന്റെ എല്ലാം വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്ക നേരിടുന്നു. 25% എണ്ണക്കപ്പലുകളും ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടും അതിനോട് സമാനമായിരിക്കുന്ന ചബഹാർ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏഷ്യയിലേക്കും അതേപോലെ തന്നെ ഈ യൂറോപ്പിലേക്കും എണ്ണയുമായിട്ട് കയറ്റിക്കൊണ്ടുപോകുന്നത്. ഈ ചബഹാർ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടുള്ള ഒരു കണക്ഷൻ നമ്മുടെ ഇന്ത്യയിലെ മുംബൈ സീപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങൾ, അത് ഇറാനിൽ നിന്ന് ഇപ്പോൾ എണ്ണ വരികയാണെങ്കിൽ നേരെ ബോംബെയിലെ സീപോർട്ടിലേക്ക് എത്താനുള്ള ഒരു ഷോർട്ട് വേ കൂടിയാണ് ചബഹാർ തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം കപ്പലുകൾ യാത്ര ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന റൂട്ടുകൾ ഇറാന്റെ കൈവശത്തിലാണ്. ഇറാന്റെ കൈവശത്തിൽ നിന്ന് വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ അത് പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. സൈനികപരമായി ഇത്രത്തോളം ബലവും ശക്തിയുമില്ലാത്ത കാലത്ത് പോലും ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ മേഖലയിൽ കുറച്ചെങ്കിലും സ്വാധീനം ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇറാന്റെ സൈനികപരമായിരിക്കുന്ന ബലക്ഷയമുണ്ടെങ്കിൽ മാത്രമേ അമേരിക്കക്ക് ഇപ്പോൾ നൂർന്നു നിൽക്കാൻ പറ്റൂ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങൾ, പലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ എല്ലാവിധ പങ്കാളിത്തവും ആയുധ സൈനിക സാമ്പത്തിക സഹായം നൽകുന്നത് ഇറാനാണ്. പ്രോക്സി യുദ്ധം പല മേഖലയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നടത്തുമ്പോൾ അത് യമനാണെങ്കിലും ലെബനാനാണെങ്കിലും സിറിയ ആണെങ്കിലും ഫലസ്തീൻ ആണെങ്കിലും പിന്നീട് ഇറാഖിൽ നിന്നും ബഹ്റൈനിൽ നിന്ന് പോലും ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ട്. ഇതിലെല്ലാത്തിലും പങ്കാളിത്തം ഇറാനുണ്ട്. കീഴ്പ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്തതിന്റെ പ്രധാന കാരണം ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് ഇറാൻ നിന്നുകൊണ്ട് ഇവരെ സഹായിക്കുന്നു എന്നതാണ്. അതാണ് പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവുന്നത് അമേരിക്കക്കാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരോ ദിവസം എന്ന തരത്തിൽ ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ ആയുധ കപ്പലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും 1 വർഷവും 5 മാസം യുദ്ധം ചെയ്തിട്ടും ഇസ്രായേലിന് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചതായിട്ട് അവർക്ക് തന്നെ പറയാൻ സാധിക്കുന്നില്ല. കുറെ ആളുകളെ കൊലപ്പെടുത്തി ഇപ്പോഴും അത് ചെയ്യുന്നു എന്നതൊഴിച്ചാൽ. ഇനി രണ്ടാമത്തെ ഭാഗം വരുന്ന സമയത്ത് ഉക്രൈൻ റഷ്യൻ യുദ്ധം. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് സമ്പൂർണമായിരിക്കുന്ന ആയുധ സൈനിക പിന്തുണ നൽകിയിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അവിടെ ഒരു ആധിപത്യം റഷ്യക്കുണ്ടാവരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള
അമേരിക്ക എല്ലാവിധ സഹായങ്ങളും ബജറ്റിൽ പ്രത്യേകമായി പ്രഖ്യാപിച്ചും പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് കൂടുതൽ സംഖ്യ പ്രഖ്യാപിച്ചുമാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്നതിൽ ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലെ ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ഉക്രൈനെ കൊണ്ട് റഷ്യക്കെതിരെ റഷ്യൻ സൈന്യത്തിനെതിരെ പ്രയോഗിച്ചിട്ടും യഥാർത്ഥത്തിൽ ഉക്രൈൻ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചെടുത്ത് ഉക്രൈന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാൻ ഉക്രൈനും സാധിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ വലിയ പരാജയം അവിടെ ഉക്രൈൻ ഉണ്ടാവുന്നു. അതിൽ ഇറാന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, റഷ്യ ഒരു യുദ്ധത്തിൽ ഒരു രാജ്യം ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് ആയുധങ്ങളും സൈനികരുമാണ്. ആയുധങ്ങൾ നിരന്തരമായി എത്തിക്കുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ രാജ്യത്തിന് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ റഷ്യ യുദ്ധത്തിലായതുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സൈനികരെ സഹായിക്കുക എന്നുള്ളത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്തത് ഇറാനാണ്. ഇറാന്റെ ആയുധങ്ങൾ, ഇറാന്റെ സൈനികപരമായിരിക്കുന്ന തന്ത്രങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ ഇത് നിരന്തരം റഷ്യക്ക് നൽകിക്കൊണ്ടേയിരുന്നു. ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബൈഡനോട് ഈ പരാതി പറയുകയും ചെയ്തു. തങ്ങളുടെ സൈനികർക്ക് നേരെ ഉപയോഗിക്കുന്നതിൽ 30% ആയുധങ്ങളും ഇറാൻ നിർമ്മിതമാണ്, അതിനെ നിയന്ത്രിക്കണം. അമേരിക്കയും ഇറാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് ബൈഡൻ അത് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല, ഇറാൻ അതൊട്ട് നിർത്തിയിട്ടില്ല. അപ്പൊ ഈ രണ്ട് മേഖലയിലും അമേരിക്കക്ക് പരാജയം. ഇസ്രായേൽ നമ്മൾ മാറ്റി നിർത്തിയാൽ അമേരിക്കക്ക് പരാജയം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇറാനാണ് എന്നത് കൃത്യമാണ്. അവർക്കിനി ആകാശ യുദ്ധം നടത്തിയിട്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ ബോധ്യമായിട്ടുണ്ട്. പകരം അതിന് കടൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു. വലിയ യുദ്ധക്കപ്പലുകൾ വന്ന് മിസൈലും ഡ്രോണുകളൊക്കെ കടലിൽ നിന്ന് ഇറാനിലേക്കോ അതല്ലെങ്കിൽ ശത്രുപക്ഷത്തിലേക്കോ പറത്തിയിട്ട് തകർക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധത്തെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരുപയോഗിക്കാനുള്ള സാധ്യതകൾ പറയുന്ന കടലിൽ ഒന്ന് ഓർമോസ് കടൽ ഇറാന്റെ അതിർത്തി യമന്റെ അതിർത്തിയുമായിട്ട് പങ്കിട്ടതാണ്. മറ്റൊന്ന് ചബാർ തുറമുഖം പാകിസ്ഥാന്റെയും ഇറാന്റെയും യമന്റെയും അതിർത്തി പങ്കിടുന്നതാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് എളുപ്പത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ അമേരിക്കയെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യ തീരുമാനിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമ്മൾക്ക് സെക്യൂരിറ്റി ബേസ് 2025 എന്ന പേരിൽ ചബാർ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന്റെയും റഷ്യയുടെയും ചൈനയുടെയും വ്യോമാഭ്യാസം നടത്തുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.